ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണല്ലോ നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്നത്. ഇറ്റ്സ് ഗുഡ് ഫ്രൈഡേ. മലയാളത്തിൽ അതിന് ഗുഡ് ഫ്രൈഡേ എന്നല്ല, ദുഃഖ വെള്ളിയാഴ്ച എന്നാണ് പറയുന്നത്. നമ്മൾ ഇൻ ബിറ്റ്വീനിലാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ദുഃഖമുണ്ട്, പക്ഷേ ആ ദുഃഖം പരമസന്തോഷത്തിന് കാരണമായതാണ്. പ്രൈസ് ഗോഡ്. നമ്മൾ ദൈവമക്കളായെങ്കിൽ എന്തുകൊണ്ടായി? നമ്മുടെ കർത്താവ് നമുക്ക് പകരമായി ക്രൂശിൽ മരിച്ചതുകൊണ്ടാണ്. സോ ഇത് വിലാപത്തിൻ്റെ ദിവസമല്ല, സെലിബ്രേറ്റ് ചെയ്യേണ്ട സമയമാണ്. ദൈവത്തിന് സ്തോത്രം, കർത്താവിൻ്റെ സ്നേഹം. അപ്പോൾ ഇന്ന് തുടർന്നുള്ള അല്പസമയം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് തിയോളജിക്കൽ ആസ്പെക്റ്റ്, ഇമോഷണൽ ആസ്പെക്റ്റ്, പ്രാക്ടിക്കൽ ആസ്പെക്റ്റ്, ഈ മൂന്ന് കാര്യമാണ്. വാട്ട് എവർ പോസിബിൾ എൻ്റെ സമയത്തിനുള്ളിൽ അത് പറയാൻ താല്പര്യപ്പെടുകയാണ്. ഏതൊക്കെയാ? തിയററ്റിക്കൽ ഓർ തിയോളജിക്കൽ ആസ്പെക്റ്റ്, ഇമോഷണൽ ആസ്പെക്റ്റ്, പ്രാക്ടിക്കൽ ആസ്പെക്റ്റ്. അപ്പോൾ കർത്താവിനെ നമ്മൾ ഇന്ന് ധ്യാനിക്കുമ്പോൾ ഈ മൂന്ന് ഘടകങ്ങളും അതിനകത്ത് അന്തർലീനമാണ്. നമ്മൾ ഇതൊക്കെ ഓർക്കുമ്പോൾ ഇതിൽ കൂടെ കർത്താവ് ഉദ്ദേശിക്കുന്നൊരു കാര്യമുണ്ട്. നമ്മളും സെയിം ആറ്റിറ്റ്യൂഡ്, സെയിം വേ ഓഫ് തിങ്കിങ്, സെയിം ലൈഫ് ഫിലോസഫി ഉള്ളവരായിരിക്കണം. നമുക്കെല്ലാവർക്കും ജീവിതത്തിന് ഒരു ഫിലോസഫി ഉണ്ട്, അല്ലേ? ജീവിതം സെൻറ്റർ ചെയ്തിരിക്കുന്ന ചില മേഖലകളുണ്ട്. ചിലർ അവരുടെ ലൈഫ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഫൈനാൻസിൽ, അല്ലെ മണി, അല്ലെ പ്രോസ്പെരിറ്റി, മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിൽ. എന്തു വില കൊടുത്തും അതാ അവരുടെ ജീവിതത്തിലെ വലുത്. അതിനുവേണ്ടി എന്തും ചെയ്യും, ബാക്കിയല്ല അതിനോട് ചുറ്റിപ്പറ്റിയ. ചിലർക്ക് അതല്ല വലുത്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം പോപ്പുലാരിറ്റിയാണ്, ഫേമസ് ആകുക, ഫിഗർ ആകുക, എല്ലാവർക്കും പ്രിയങ്കരാകുക. അതുകൊണ്ടാണ് അവർ പാതിരാത്രിക്ക് പോലും ആരുടെയെങ്കിലും വീട്ടിലൊരാവശ്യം ഉണ്ടെങ്കിൽ അവർ ഓടിച്ചത് എന്ത് ചെയ്യും? അവരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ പഞ്ചായത്ത് മെമ്പറായിട്ടും MLA ആയിട്ടും MP ആയിട്ടും ഒക്കെ നിൽക്കും. അവർ വേണമെങ്കിൽ ഫോർ മോർ ദാൻ 50 years റെപ്രസെൻറ്റേറ്റീവ്സ് ഒക്കെ ആകും. വൈ? ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ പോപ്പുലാരിറ്റി. മനസ്സിലായോ? ചിലർക്ക് അവരുടെ ശത്രുക്കളാണ് അവരുടെ ലൈഫിൻ്റെ സെൻറ്റർ. അതെങ്ങനെയാണെന്നറിയാമോ? എനിക്കെന്തോ വന്നാലും വേണ്ടില്ല, അവനെ ഒരു പാഠം പഠിപ്പിച്ചിട്ട്. മനസ്സിലായി? എനിക്ക് കോടതിയിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല, എപ്പോഴും വക്കീലിനെ കാണണം, ഫീസ് കൊടുക്കും. എന്നാലും എൻ്റെ അയൽവക്കക്കാരന് അവനെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിന് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശത്രു, എനിമിയെ സെൻറ്റേഡായിട്ടാണ് അവർ ജീവിക്കുന്നത്. വേറെ ചിലരുണ്ട് പ്ലഷർ സെൻറ്റേഡ്. അവരുടെ ലൈഫ് പ്ലഷർ, എങ്ങനെയും സുഖിക്കുക, ആനന്ദിക്കുക. അമേരിക്കൻ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ ഞാൻ കേട്ടിട്ടുള്ളതാണ്. അവർ ആഴ്ചയിൽ 5 ദിവസവും കഠിനാധ്വാനം ചെയ്യും. വീക്കെൻഡിൽ അവിടെ ശമ്പളം കിട്ടുന്നത്. അത് മുഴുവനും സാറ്റർഡേ സൺഡേ കൊണ്ട് അടിച്ചു പൊളിച്ച് തീർക്കും. പിന്നെ തിങ്കളാഴ്ച തൊട്ട് കടം മേടിച്ചാൽ വേണേ അവർ കഴിക്കുന്നത്. മനസ്സിലായോ? അപ്പം കിട്ടിയ കാശ് മുഴുവൻ എന്തിന് ചിലവഴിച്ചു? സാറ്റർഡേ സൺഡേ പ്ലഷർ സീക്കിങ്. വേണമെങ്കിൽ ദൂരെ എവിടെയെങ്കിലും പോയി ഹോട്ടലിൽ താമസിക്കും, ഡാൻസ് പാർട്ടിക്ക് പോകും, മദ്യപാന പാർട്ടികൾക്ക് പോകും, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ കോസ്റ്റൽ സീഷോറിലൊക്കെ പോയി. ദേ ലീവ് ഫോർ പ്ലഷർ. കേട്ടോ? അങ്ങനെ ലൈഫ് സെൻറ്റേഡ് ആയിരിക്കുന്നവരുണ്ട്. വേറെ ചിലർ സ്പിരിച്വാലിറ്റി സെൻറ്റേഡെന്ന് പറയും. മനസ്സിലായോ? ഒറ്റ യോഗം മുടക്കത്തില്ല, കൃത്യം ദശാംശം കൊടുക്കും, എല്ലാ ആത്മീയ കാര്യങ്ങൾക്കും മുൻപിലാണ്. പക്ഷേ അതുപോലും നോട്ട് ഫ്രം ഇന്നർമോസ്റ്റ് ഹാർട്ട്. മനുഷ്യരുടെ മുൻപിൽ ഞങ്ങളുടെ അച്ചായനില്ലേ സഭ എങ്ങനെ ഓടും എന്ന് മറ്റുള്ളവർ പറയണം, അല്ലെ പറയിപ്പിക്കണം. അതിനുവേണ്ടി ആത്മീയ പരിവേഷം.
പരിവേഷത്തിൽ, ആത്മീയം ഉണ്ടായിട്ടല്ല, ആത്മീയത്തിൻ്റെ പരിവേഷം സെൻറ്റേഡായിട്ടുള്ളവർ. ഇങ്ങനെ പലതുണ്ട് കേട്ടോ. എന്നാൽ നമ്മൾ ദൈവമക്കൾ, ഇതൊന്നുമല്ല നമ്മുടെ ലൈഫിൻ്റെ സെൻറ്റർ. നമ്മൾ ജീവിതത്തിൽ നമ്മുടെ ജീവിതം സെൻറ്റർ ചെയ്യേണ്ടത് പ്രിൻസിപ്പിൾ ബേസ്ഡ് ആയിരിക്കും. പ്രിൻസിപ്പിൾ മീൻസ് നത്തിങ് ബട്ട് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചന അധിഷ്ഠിതമായ ആത്മീക തത്വങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം വേണം നാം നയിക്കാൻ. സന്തോഷമുണ്ടോ ദൈവമക്കളെ? ഉള്ള സന്തോഷം മുഴുവൻ പോയെന്ന് എനിക്കൊരു സംശയം. നമുക്കും വേണം പ്ലഷർ, നമുക്കും വേണം മെറ്റീരിയൽ ബ്ലെസ്സിങ്സ്, നമുക്കും വേണം പൊസിഷൻ, നമുക്കും വേണം പോപ്പുലാരിറ്റി, നമുക്കും ഇതൊക്കെ ഇഷ്ടമില്ലാത്തവരൊന്നുമല്ല. പക്ഷേ സെൻറ്റേഡ്, നമ്മുടെ ജീവിതം എവിടെ സെൻറ്റർ ചെയ്തിരിക്കുന്നത്? വാട്ട് ഡു യു ലിവ് ഫോർ? എന്തിനു വേണ്ടിയാ ജീവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടു ഇംപ്ലിമെൻറ്റ് ഇറ്റേണൽ പ്രിൻസിപ്പിൾസ്. നമ്മുടെ ജീവിതത്തിലൂടെ ദൈവം വെച്ചിരിക്കുന്ന തത്വങ്ങൾ പ്രിൻസിപ്പിൾ സെൻറ്റേഡായി, വേർഡ് സെൻറ്റേഡായി, വചന അധിഷ്ഠിതമായി നമ്മുടെ ജീവിതം നയിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദാറ്റ്സ് ദ ബെസ്റ്റ്. അങ്ങനെ ആരെങ്കിലും ജീവിച്ചോ? തീർച്ചയായിട്ടും. ആരാ? പല ഉദാഹരണങ്ങളുണ്ട്, ലിവിങ് എക്സാമ്പിൾസ് നമുക്കുണ്ട്. കഴിഞ്ഞ 2000 വർഷമായിട്ട് എത്രയോ വിശുദ്ധന്മാർ നമുക്കതിന് എക്സാമ്പിൾസ് ആയിട്ടുണ്ട്. എന്നാൽ നമ്പർ 1 എക്സാമ്പിൾ നമ്മുടെ കർത്താവാണ്. യെസ്, നമ്മുടെ കർത്താവിനെ നോക്കിയാൽ മതി, കണ്ടാൽ മതി. വാട്ട് ഡസ് ഇറ്റ് മീൻ? അതെങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് മനസ്സിലാകും. പ്രിൻസിപ്പിൾ സെൻറ്റേഡ് ആയിട്ടുള്ള ലൈഫ്, അതിൽ കർത്താവ് വിജയിച്ചു. കർത്താവിനെ പോലെ വിജയിച്ച ആരുമില്ല, ഇനിയൊട്ട് ആരും അങ്ങനെ ജനിക്കത്തുമില്ല. കർത്താവാണ് പെർഫെക്റ്റ്ലി അങ്ങനെ പ്രിൻസിപ്പിൾ സെൻറ്റേഡ് ആയിട്ടുള്ള, അല്ലെ വേർഡ് സെൻറ്റേഡ് ആയിട്ടുള്ള, വചന അധിഷ്ഠിതമായി ജീവിതം വിജയപ്രദമാക്കിയ വ്യക്തി. അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൻ്റെ തത്വം, കർത്താവിൻ്റെ മരണത്തോട് ബന്ധപ്പെട്ടാണല്ലോ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ ആ ആസ്പെക്റ്റ് ആദ്യം ചിന്തിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യം. യെസ് പ്ലീസ്, ആരെങ്കിലും ഒന്ന് വായിച്ചു. നോ, 12-24 യോഹന്നാൻ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പുമണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. ഒരു വാക്ക് പ്രാർത്ഥിക്കാം നമുക്ക്. പ്രിയ കർത്താവേ, ഞങ്ങളെല്ലാവരും അങ്ങേ കാത്തിരിക്കുന്നു. കർത്താവേ, ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണമേ, സംശയങ്ങൾക്ക് നിവാരണം തരണമേ, പ്രശ്നങ്ങൾക്ക് അന്തം കുറിക്കണമേ. വചന കേൾവിയെങ്കിൽ ഞങ്ങളുടെ പ്രശ്നമല്ലാതായി മാറുവാനിടയാക്കണമേ. ഇവിടുന്ന് ഞങ്ങൾ മടങ്ങുമ്പോൾ മറ്റെന്തിനേക്കാൾ ദൈവം എന്നോട് ഇടപെട്ടു, സംസാരിച്ചു, കർത്താവ് എനിക്ക് പ്രത്യക്ഷനായി എന്ന ഒരു തൃപ്തി ഞങ്ങളെ ഭരിക്കുവാനിടയാക്കണമേ. അങ്ങേ പ്രതികരിക്കുവാൻ അടിയനെ ശുദ്ധീകരിക്കണമേ കർത്താവേ. അടിയൻ്റെ ബോധമണ്ഡലം, അടിയൻ്റെ നാവ് കർത്താവേ, അടിയൻ്റെ ഹോൾ ഫാക്കൽറ്റി കർത്താവേ, അങ്ങ് ശുദ്ധീകരിച്ചുപയോഗിക്കണമേ. കർത്താവേ, ഏകാഗ്രത കെടുത്തുന്ന സമസ്ത വ്യാപാരത്തെ ഞങ്ങൾ ബന്ധിച്ച് അങ്ങയുടെ നാമത്തിൽ ബന്ധിച്ച് അകറ്റുന്നു. പുത്രൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, പിതാവേ കേൾക്കണമേ. ആമേൻ ആമേൻ. ലോകത്തിൽ ജയിക്കാൻ താല്പര്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? സക്സസ് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? സുബോധമുള്ള സകല മനുഷ്യരും ആഗ്രഹിക്കുന്നു എന്ത്? ജയിക്കണം, സക്സസ്ഫുൾ ആകണം, വിന്നറാകണം. തോക്കുമെന്ന് നല്ല നിശ്ചയമുള്ള കുട്ടി, ഏതാ പരീക്ഷ എഴുതുന്ന കുട്ടി, സ്റ്റുഡൻറ്റ്, തോക്കുമെന്ന് അറിയാം.
എന്നാലും ആ കുട്ടി വിചാരിക്കൂ എന്തോന്നറിയാമോ, സാറെങ്ങാനും ഉറക്കം തൂങ്ങി മാർക്കിട്ട് 7-17 ഞാനങ്ങ് ജയിച്ചായിരുന്നെങ്കിൽ. ഇവിടെ ടീച്ചേഴ്സ് ഇരിപ്പുണ്ടല്ലോ അല്ലയോ, നിങ്ങൾ ഉറക്കം തൂങ്ങി മാർക്ക് ഇടാറുണ്ടോ? പക്ഷെ ഞങ്ങൾ ചിന്തിച്ചു പോകും, സാറെങ്ങാനും ഇല്ലയോ തോക്കുമെന്ന് ഉറപ്പാ. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലൊരാഗ്രഹം, എങ്ങനെങ്കിലും ഞാൻ ജയിച്ചിരുന്നു. സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ളവരാണ് നമുക്കറിയാം ഭിക്ഷാടനം നടത്തുന്നത്. അവരുടെ ഇടയിലും മില്ലിനേഴ്സ് ഉണ്ട്, അത് വേറൊരു കാര്യം. എന്നാൽ ധർമ്മം ചോദിക്കുന്ന, ഭിക്ഷയാചിക്കുന്ന മനുഷ്യരായി ഏറ്റവും സമൂഹത്തിൽ പൊതുവെ നമ്മൾ ലോ പ്രൊഫൈലായിട്ട് ചിന്തിക്കും. എന്നാൽ അവർ പോലും രാവിലെ ഒരു ഗ്യാരണ്ടിയുമില്ല ഇൻകത്തിന്, എന്നിട്ടും അവരിറങ്ങുമ്പോൾ ഇങ്ങനെ ചിന്തിക്കും, വൈകിട്ട് വെറും കൈയോടെ വന്ന് കിടക്കേണ്ടി വരുമെന്ന് ചിന്തിക്കുക ഇല്ല. പച്ച മലയാളത്തിൽ കൊളോക്കിയൽ ലാംഗ്വേജ് പറയട്ടെ, തെണ്ടാൻ ഇറങ്ങുന്നവനും രാത്രി കൈ നിറച്ച് പൈസ വേണം എന്ന ചിന്തയോടാണ് എന്ത് ചെയ്യുന്നത്, അതിന് പോകും. മനസ്സിലായി? ഇപ്പൊ സമൂഹത്തിൽ ആര് തന്നെ ആയിക്കൊള്ളട്ടെ, ഏത് സ്ട്രാറ്റയിലുള്ള വ്യക്തി ആയിക്കൊള്ളട്ടെ, അവരുടെ ആഗ്രഹം എന്ത്? ജയിക്കണം, സക്സസ്ഫുൾ ആകണം, എൻ്റെ അറ്റംപ്റ്റ് എല്ലാം നന്നാകണം. ഇതാഗ്രഹമില്ലാത്ത ആരുമില്ല. സുബോധമുള്ള സകല മനുഷ്യരും ഇതാഗ്രഹം. എന്നാൽ നമ്മൾ തമ്മിൽ വ്യത്യസ്തരായത് എങ്ങനെയാണെന്നറിയാം. മനുഷ്യർ തമ്മിൽ വ്യത്യസ്തരായത് എങ്ങനെയാ? അതിനുവേണ്ടി അവലംബിക്കുന്ന മാർഗം കൊണ്ടാണ് നമ്മൾ വ്യത്യസ്തരായി. മനസ്സിലായി? ഈ ജയിക്കാൻ വേണ്ടി, ഫ്രൂട്ട്ഫുൾ ആകാൻ വേണ്ടി, സക്സസ്ഫുൾ ആകാൻ വേണ്ടി, വിന്നറാകാൻ വേണ്ടി ഓരോരുത്തരും ഓരോ മെത്തേഡ്, ഓരോ വേ അഡോപ്റ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ വ്യത്യസ്തത, അതിലാ വ്യത്യസ്തത ഉണ്ടാകും. മനസ്സിലായി? ഇപ്പം MLA ആകാൻ നിൽക്കുന്നവർ എല്ലാ വീട്ടിലും കയറി ഇറങ്ങി, എല്ലാ ശവസംസ്കാരത്തിലും പങ്കെടുത്ത്, എല്ലാ കല്യാണത്തിനും വിളിച്ചില്ലേലും പോയി ഒന്ന് ഹായൊക്കെ പറഞ്ഞ്, മനസ്സിലായി? അവരുടെ മെത്തേഡ് അതാ. സംഭവം അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യണം? വോട്ട് കിട്ടി ജോയിൻ ചെയ്യിക്കണം. അപ്പോൾ പാർട്ടി അഫിലിയേഷൻ നോക്കാതെ ആളുകൾ വോട്ട് ചെയ്യും. ഇഫ് ദേ നോ ഹിം പേഴ്സണലി, വ്യക്തിപരമായിട്ട് അറിവുണ്ടെങ്കിൽ എന്ത് ചെയ്യും? മനുഷ്യർ വോട്ട് ചെയ്യും. മനസ്സിലായോ? നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയൊക്കെ ആ എണ്ണത്തില്ല. മനസ്സിലായോ? അപ്പോൾ ഇതുപോലെ മെത്തേഡിലാ വ്യത്യാസം. ചിലർ ചോവിന് പൈസ ഇറക്കും, മനസ്സിലായോ? ചോവിന് സാരി വിതരണം, അല്ലെങ്കിൽ എന്തുവാ, തമിഴ്നാട്ടിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, കാൻഡിഡേറ്റ് ആകുന്നവരെന്ത് ചെയ്യുക? സകല സഹോദരിമാർക്ക് സാരി കൊടുക്കും. ഈയിടയ്ക്കും കണ്ട് കറിച്ചട്ടി കൊടുത്തെന്ന് പറയുന്നു എങ്ങാണ്ട്. ഇങ്ങനെയൊക്കെ ഓരോ മെത്തേഡാ. മനസ്സിലായി? ഇതുപോലെ നമ്മൾ വ്യത്യസ്തരായത് എങ്ങനെയാണെന്നറിയാമോ? ജയിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമാണ്, എന്നാൽ അതിന് അഡോപ്റ്റ് ചെയ്ത മെത്തേഡ്. യേശുക്രിസ്തുവിനെ പോലെ ജീവിതം വിജയപ്രദമാക്കിയ ഒരു വ്യക്തിയുമില്ല. ആ കർത്താവ് അഡോപ്റ്റ് ചെയ്ത മെത്തേഡിനെ കുറിച്ച് സിംബലൈസ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു ഉദാഹരണത്തിലൂടെ, ഒരു ആലങ്കാരിക ഭാഷയിൽ കർത്താവ് പറഞ്ഞതാണ് നമ്മളിവിടെ വായിച്ചത്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. വാട്ട് ഡസ് ഇറ്റ് മീൻ? കർത്താവ് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, there is no gain without pain, there is no crown without cross. ചാകാതെ ജീവിക്കാനൊക്കെ. ഈ മെസ്സേജിൻ്റെ ഒടുവിൽ ഞാൻ പറയേണ്ട കാര്യമാണ്, പക്ഷെ ഇപ്പോഴേ അങ്ങ് പറയുക കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കണേ. എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ? യു ആർ ഹിയർ. ഓക്കെ. സപ്പോസ് കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചതിന് ശേഷം കർത്താവ് മരിച്ചില്ല. എനിഹൗ കുറേ കഴിഞ്ഞ ഉടനെ കർത്താവ് മരിച്ചില്ല. കർത്താവിൻ്റെ ശിഷ്യന്മാരും റിലേറ്റീവ്സും എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നേച്ച് ആ സോൾജേഴ്സിനെ എല്ലാം പറഞ്ഞു വിട്ടേച്ച് എന്ത് ചെയ്തെന്നറിയാമോ? പെട്ടെന്ന് ആംബുലൻസ് വരുത്തി ക്രൂശിൽ നിന്ന് കർത്താവിനെ ഇറക്കി ആണിയെല്ലാം പിഴുതു, ആശുപത്രി കൊണ്ടുപോയി എമർജൻസിയിൽ അഡ്മിറ്റ് ചെയ്തു. എനിഹൗ 10-14 ദിവസം കൊണ്ട് കർത്താവ് റിക്കവർ ചെയ്തു. നിങ്ങൾ പറ, നമ്മൾ ഇന്നിവിടെ കാണുമായിരുന്നോ?
അപ്പൊ യേശുക്രിസ്തുവിൻ്റെ ക്രൂശല്ല, ക്രൂശിലെ അനുഭവമല്ല, കഷ്ടാനുഭവമല്ല നമ്മെ രക്ഷിച്ചത്. മനസ്സിലായോ? ആണി കൊണ്ട വേദനയല്ല, തലയിൽ മുൾക്കിരീടം വെച്ച വേദനയല്ല. മനസ്സിലായോ? കർത്താവിൻ്റെ നെഞ്ചത്ത് കുന്തം ഇറക്കിയതല്ല, പുറമെല്ലാം അടിച്ച് കീറിയതല്ല, കാലെ ആണി കൊണ്ടതല്ല, മുഖത്തെ രോമം പിഴുതെടുത്തതല്ല. നമ്മെ രക്ഷിച്ച ഘടകം, നമ്മളെന്ന പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കപ്പെടാൻ കാരണമായ ഘടകം എന്താണ്? മരണമാണ്. യേശുക്രിസ്തുവിൻ്റെ മരണമാണ്. മനസ്സിലായോ? സോ റിസൾട്ട് വേണോ? പ്രൊഡക്റ്റ് വേണമോ? ഫ്രൂട്ട്ഫുൾനെസ് വേണമോ? വിക്ടറി വേണമോ? വേദന അനുഭവിച്ചുകൊണ്ടായില്ല. എന്തു തന്നെ സംഭവിക്കണം? മരണം സംഭവിക്കണം. മരണം സംഭവിക്കണം. കർത്താവ് മരിച്ചു. ഇപ്പൊ നമ്മളങ്ങ് മരിക്കണോ? ചുമ്മാ കയറി മരിക്കണോ? വേണ്ട. മരിക്കുന്നതിനേക്കാൾ പാടാ ജീവിക്കുന്നത് നമുക്ക്. കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാണ്, ഇട്ടുകൂറുമെന്നും പറഞ്ഞ് രക്തസാക്ഷിയാകാം. പക്ഷേ ഒരു 50 കൊല്ലം കർത്താവിന് വേണ്ടി ജീവിക്കുന്ന അതിനേക്കാൾ പാടാ കേട്ടോ. എന്നാലും അതിനകത്തൊരു മരണം ഒളിച്ചിരിപ്പുണ്ട്. അതെങ്ങനെ ഇരിക്കുമെന്ന് കർത്താവ് തന്നെ വചനത്തിൽ തന്നെ ഉണ്ട്. ഒന്ന് വായിച്ച്, റോമാലേഖനം 12:1 മുതൽ ഒന്ന് വായിച്ച്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ആ വാക്യത്തിന്റെ അർത്ഥം എന്തുവാ? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധി. ഓക്കെ, ഒരുപാടൊന്നും പോകണ്ട. ആ പദം അങ്ങോട്ട് എടുക്കുക. ജീവനുള്ള യാഗമാകണം. അതെങ്ങനെ നോക്കുന്നു? യാഗമെന്ന് പറഞ്ഞാൽ ആദ്യം സംഭവിക്കുന്നത് യാഗമൃഗത്തിൻ്റെ മരണമാണ്. സപ്പോസ് ഒരു ആടിനെ യാഗം കഴിക്കുന്നു, ആദ്യം എന്തോ ചെയ്യും? അതിൻ്റെ കഴുത്ത് കണ്ടിക്കും, ചത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഫ്ലഷ്, അതിൻ്റെ ഡെഡ് ബോഡിയിലാണ് നമ്മൾ ബാക്കി പരിപാടിയെല്ലാം ചെയ്യുന്നത്. എന്ത്? തൊലി ഉരിയുന്നു, കഷ്ണങ്ങളാക്കുന്നു, യാഗപീഠത്തിൽ വെക്കുന്നു, തീ വെക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ അത് ചാരമാകുമ്പോൾ ഈ കഴുത്ത് കണ്ടിച്ചതിന് ശേഷമുള്ള ഒരു വേദന ആരനുഭവിച്ചിട്ടില്ല? ആടനുഭവിച്ചിട്ടില്ല. എന്നാൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ആടിനെ കൊല്ലുന്നില്ല, കൊല്ലാതെ പെതുക്കെ ഒരറ്റത്തുനിന്ന് അതിൻ്റെ തൊലി ഉരിയുക. വേദനയുണ്ടോ? പെതുക്കെ അതിൻ്റെ ഒരു കൈ അങ്ങോട്ട് മുറിക്കുക, ജീവനോടിരിക്കുമ്പോൾ തന്നെ. വേദനയുണ്ടോ? എന്നിട്ട് പെതുക്കെ അതിനെ എടുത്ത് തീക്കകത്തോട്ട് വെക്കുക. ജീവനുള്ള ആടിനെ തൊലി ഉരിഞ്ഞേച്ച്. വേദനയുണ്ടോ? അതാ ജീവനുള്ള യാഗം എന്ന് പറയുന്നത്. ആള് ജീവനോടിരിക്കുകയും വേണം, യാഗമാകുകയും വേണം. നടക്കൂ? ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട്. പക്ഷെ അങ്ങനെ ഒരു യാഗം നടന്നു. എവിടെയാ അത് നടന്നത്? ക്രൂശിൽ. കർത്താവ് ഗെത്സമനയിൽ വെച്ച് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുകയല്ലായിരുന്നു, പിന്നെ ഡെഡ് ബോഡിയിലല്ല ആണി നിറച്ചത്. കാർഡിയക് അറസ്റ്റ് ഉണ്ടാകാമായിരുന്നു, റിയലി ഉണ്ടാകാമായിരുന്നു. എപ്പോഴേ? ഗെത്സമനയെ വെച്ച്. അതിൻ്റെ സിംറ്റമായിരുന്നു എന്ത്? രോമകൂപത്തിലൂടെ എന്തു വന്നു? രക്തം, വിയർപ്പ് തുള്ളി പോലെ നിലത്ത് വീണു, വലിയ ചോരത്തുള്ളി പോലെ. ഞാൻ ഇങ്ങനൊരു പുസ്തകത്തിൽ വായിച്ചു. ഈ ട്രെയിൻ ഡ്രൈവർ വണ്ടി പോയിക്കൊണ്ടിരിക്കാൻ നേരത്ത് കണ്ടു, ദൂരെ ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ആത്മഹത്യ ചെയ്യാൻ ട്രാക്കിൻ്റെ അടുക്ക വന്ന് ഇങ്ങനെ നിൽക്കുന്നു. പുള്ളി എന്ത് ചെയ്തു? ട്രെയിൻ സ്റ്റോപ്പ് ചെയ്തു. സംഭവം അവൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ട്രെയിൻ നിർത്താനൊത്തു. പുള്ളി ഇറങ്ങിച്ചെന്ന് ആ മനുഷ്യനെ കടന്നു പിടിച്ചു വെച്ചെന്ന് ചോദിച്ചു, എന്തുവാട് ഇയാൾക്ക് ചാകാൻ ഇത്ര കൊതിയാന്ന്? എന്തോ പറ്റി? എന്തിനും പരിഹാരമുണ്ട്, ഡോണ്ട് വെറി എന്നെല്ലാം പറഞ്ഞ് ആശ്വസിപ്പിച്ച് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു ഈ ഡ്രൈവർ. അത് കഴിഞ്ഞേച്ച് ട്രെയിനെ വന്ന് കയറാൻ നോക്കാൻ നേരത്ത് കൈ തെന്നുന്നു. നോക്കിയപ്പോൾ എന്തോ കൈയെല്ലാം ചോര.
ഈ മനുഷ്യനെ കയറി പിടിച്ചപ്പോൾ അയാളുടെ രോമകൂപത്തിൽ കൂടെ എന്തു വന്നിരുന്നു? ബ്ലഡ് വന്നിരുന്നു. ആ മനുഷ്യനെ പിടിച്ച ആ കൈ വന്ന ട്രെയിനിന്റെ ഇഞ്ചിന്റെ ഇതിലോട്ട് കയറാൻ നോക്കിയ ഉടനെ കൈ തെന്നുക, കയ്യെ ചോരമയം. അപ്പോൾ ഈ ടെൻഷൻ കൂടുമ്പോഴാണ് കർത്താവ് വചനത്തിലുണ്ടല്ലോ, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായി. കർത്താവ് അങ്ങനത്തെ ടെൻഷനിൽ കൂടെ പോയപ്പോൾ അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യാം? ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം, കാർഡിയക് അറസ്റ്റൊക്കെ ഉണ്ടാകാൻ പറ്റും. എന്നാൽ എൻ്റെ കർത്താവ് അങ്ങനെയല്ല മരിച്ചത്. ആ കർത്താവിനെയാ പിന്നെ അടിച്ചത്, ആ മുഖത്തിനെയാ പിന്നെ രോമം മുഖത്ത് പിഴുതെടുത്തത്, ആ കർത്താവിൻ്റെ കയ്യിലും കാലയിലും ആണി തറച്ചത്, ആ കർത്താവിൻ്റെ തലയിലാ മുൾക്കിരീടം വെച്ചത്. സോ ജീവനുള്ള യാഗമാണ്. ഏറ്റവും ഒടുവിൽ നമ്മളിവിടെ വായിച്ചു കേട്ടതുപോലെ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങൾ ഭരമേൽപ്പിച്ചു, ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടു. മനസ്സിലായോ? ഇപ്പൊ റിസൾട്ട് വേണോ? ഫ്രൂട്ട്ഫുൾനെസ് ഉണ്ടാകണമോ? ഫലം പുറപ്പെടുവിക്കണോ? മാർഗം ഒന്നേ ഉള്ളൂ. നമ്മളാണ് ചെറിയൊരു തൊട്ടാവാടിയുടെ മുള്ളു കൊണ്ടപ്പോഴത്തേക്ക് നമ്മൾ ഞാൻ മരിച്ചേ. നമ്മൾ വിശ്വസിക്കുന്ന കോസിന് വേണ്ടി, നമ്മളെ ദൈവം ഭൂമിയിലാക്കിയിരിക്കുന്ന ആ ഡിവൈൻ പർപ്പസിന് വേണ്ടി, nothing less than death is valuable. മരണം 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 അത് തന്നെയാ വേണ്ടത്. അപ്പൊ ഇതിന്റെ തിയോറിറ്റിക്കൽ ആസ്പെക്ട് എന്ന് പറയുന്നത്, we have to embrace death. പൗലോസ് ഈ അനുഭവത്തിലൂടെ പോയതാ. അവിടെ പൗലോസ് അത് സംബന്ധിച്ച് പറഞ്ഞ കാര്യം നമുക്കൊന്ന് നോക്കാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം. റിസറക്ഷൻ അവിടുത്തെ ആസ്പെക്റ്റ്. പക്ഷേ മരണത്തിൻ്റെ കാര്യം നല്ല വൃത്തിയായിട്ട് പൗലോസ് അവിടെ എഴുതിയിട്ടുണ്ട്. 15-ാം അധ്യായം 31-ാം വാക്യം. സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവെങ്കിൽ എനിക്ക് നിങ്ങളിലുള്ള പ്രശംസയാണ്. ഞാൻ ദിവസേന മരിക്കുന്നു. ഞാൻ എന്തോ ചെയ്യുന്നു? ദിവസേന മരിക്കുന്നു. ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, ആര് മരിക്കുന്നു? ആര് മരിക്കുന്നു? പൗലോസ്. അവിടെ തെറ്റിയത്. ആര് മരിക്കുന്നു? ഞാൻ. ആരത് പറഞ്ഞേ? താങ്ക് യു സിസ്റ്റർ. ഞാൻ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ആരെയും ഞാൻ കാണുന്നില്ല, നിങ്ങൾ എന്നെയും കാണുന്നില്ല. നിങ്ങൾ കണ്ടതെന്തുവാ? എൻ്റെ ഡ്രസ്സാ, ഔട്ടർ കവറാ. ഞാനെന്ന് പറഞ്ഞൊരു പുള്ളി ഇതിനകത്ത് ഇരിപ്പുണ്ട്. മനസ്സിലായോ? ഞാൻ ലില്ലി ഇന്നലെ ഇട്ടുകൊണ്ട് വന്ന സാരി, അതിനേക്കാൾ നല്ലത് എൻ്റെ ഉണ്ടല്ലോ. ചർച്ചിലായോണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. അടുത്ത സൺഡേ ഞാൻ അതിട്ടോണ്ട് പോകും. ലില്ലിയേക്കാളും നല്ല സാരി എൻ്റെ ഉണ്ട്. അതെന്തുവാ? ഞാൻ ഈ മാരുതി 800 ഇതും കൊണ്ട് ഇന്നത്തെ കാലത്ത് 4 ചക്രവും ഇഞ്ചിനും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് എത്തേണ്ടിടത്ത് എത്താം. പക്ഷെ ഇതും കൊണ്ട് ഒരു സ്റ്റാൻഡേർഡ് ഇല്ല അതിന്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഒഡീസിയോ എന്തോ ഇല്ലോ, നല്ല കാറ് ഇപ്പോൾ പോപ്പുലറായി. ഇത് വിഷയം എന്തുവാ? പർപ്പസ് സെർവ് ചെയ്യുന്ന അല്ല വിഷയം. ഞാൻ പപ്പയുടെ കാലത്ത് ഒന്നാന്തരം മൊസൈക്ക് ഇട്ട തറയായിരുന്നു. മൊസൈക്ക് അന്നത്തെ, മനസ്സിലായി? ഇടയ്ക്ക് ഇങ്ങനെ ഗ്ലാസ് ഒക്കെ വെച്ച് നല്ല. ഈ പുള്ളി എന്തോടത്തെന്നറിയാം? കുത്തി പൊളിക്കുകയായിപ്പോ. എന്താ കാര്യം? ഇവിടെ ജോണി എൻ്റെ അത്രയും വിദ്യാഭ്യാസം ഇല്ല, അവൻ മസ്കറ്റിൽ പോയിച്ചു വന്നപ്പോഴത്തേക്കും ഗ്രനേറ്റ് ഇടുക. ഞാനും ഇട്ടേക്കാം. അവൻ മസ്കറ്റിൽ പോയോണ്ടാ ഗ്രനേറ്റ് ഇടുന്നു, ഞാൻ അടൂലിരുന്നോണ്ട് തന്നെ ഗ്രനേറ്റ് ഇടും. എന്താ കാര്യം? ഞാൻ എങ്ങനെ കുറയുന്നു? ഇതാ മരിക്കേണ്ടത്. പൗലോസ് പറഞ്ഞ ഞാൻ ഏതാന്ന് ഇവിടെ കിട്ടിയോ?
ഇത് ദിവസേന മരിക്കണമെന്ന്. നമുക്കറിയാം എല്ലാവരും മരിക്കുന്ന ഒരിക്കലാ എല്ലാവരും മരിക്കുന്നത്. പക്ഷെ പൗലോസ് പറയും ഞാൻ എന്തുകൊടുക്കുന്നെന്ന്? ദിവസേന മരിക്കുന്നു. അതെങ്ങനെ? അപ്പൊ അതിൻ്റെ അർത്ഥം എന്തോ? അപ്പൊ പൗലോസ് പറയാത്തൊരു കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ വരികൾക്കിടയിൽ വായിക്കണം. എന്തോന്നറിയാമോ? ദിവസേന മരിക്കണമെങ്കിൽ ഈ പുള്ളി ദിവസേന ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ മരിക്കേണ്ടി വരുന്നത്. മിനിഞ്ഞാന്ന് ഞാൻ ജെയിംസ് ഊട്ടിയുമായിട്ട് വഴക്കുണ്ടാക്കി. അന്നേരം അവൻ എൻ്റെ അടുക്ക് ചൂടായിരുന്നു, ഞാൻ മിണ്ടാതെ അനങ്ങാതിരുന്നു. ഇനിയും കാണും എന്നോട് വല്ലതും, അന്ന് ഞാൻ വെളിപ്പെടുത്തും ഞാൻ ആരാണ്. മനസ്സിലായി? ഇന്നലെ മരിച്ചു, പക്ഷെ ഇന്ന് എന്നെ മരിക്കാൻ കിട്ടത്തില്ല. കിട്ടുന്നുണ്ടോ? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇതുകൊണ്ടാ പൗലോസിന് പറയേണ്ടി വന്ന ഞാൻ എന്തെടുക്കുന്നു? ദിവസേന മരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ കൊണ്ടു നടക്കുന്ന ഈ കക്ഷി ഉണ്ടല്ലോ, അകത്തെ ഈ ഞാൻ എന്ന് പറയുന്ന പുള്ളി മരുങ്ങത്തില്ല. അങ്ങനെ ഇങ്ങനെയൊന്നും മരുങ്ങത്തില്ല. അതുകൊണ്ട് ദിവസേന മരിക്കും. നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച കർത്താവിൻ്റെ കയ്യെ ആണികൊണ്ടത് കാണാനിരിക്കുക. ആദ്യം അവനവൻ അങ്ങ് മരിക്കും. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തിരുവല്ല സ്റ്റേഡിയത്തിൽ റിച്ചാർഡ് ഉംബ്രാൻഡ് പ്രസംഗിക്കാൻ വന്നു. ഞാൻ അന്ന് ബാലകനാ, ഞാനും പോയി കേട്ടു. അദ്ദേഹം പ്രസംഗിക്കാൻ നേരത്ത് പറഞ്ഞു, എല്ലാവരുടെ ജീവിതത്തിൽ അതിപ്രധാനമായ 3 കാര്യങ്ങളുണ്ട്. അതിപ്രധാനമായ കാര്യം ഒരു പറഞ്ഞു, നമ്പർ 1 ഇറ്റ്സ് നത്തിങ് ബട്ട് ഐ. എല്ലാവർക്കും ഏറ്റവും വലുത് ഞാൻ കൊച്ചനായിരുന്നെങ്കിലും എൻ്റെ ഉള്ളിൽ അന്നേരം വേറൊരു ഐഡിയ വന്നു. 2ഉം 3ഉം എന്തു വന്നപ്പോൾ എനിക്കും പിടികിട്ടി. 1 ഞാനാണ്, 2ാമത് എൻ്റെ ഭാര്യ, 3ാമത് എൻ്റെ മക്കൾ. എനിക്കും ഭാര്യയ്ക്കും മക്കൾ. ഇങ്ങനെ ഞാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. അന്നേരം പുള്ളി അടുത്ത് പറയാ, നമ്പർ 2 ലിസൺ പ്ലീസ്, the most important aspect of a person in his life, it's nothing but I. 2ാമതും അയ്യാണ്, ഞാനാണ്, 3ാമതും ഞാൻ. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം പറ്റില്ലല്ലോ. ഭാര്യ എനിക്ക് വലുതാ. എന്തുകൊണ്ട് വലുതാ? എൻ്റെ ഭാര്യ ആയോണ്ടാ. ചേട്ടൻ്റെ ഭാര്യ വിധവയായിട്ട് തൊട്ടപ്പുറത്തുണ്ട്, കഷ്ടിച്ച് ജീവിക്കുക. എനിക്ക് വലുതാന്നു അല്ല. ഭാര്യ വലുതായത് എൻ്റെ ഭാര്യ ആയോണ്ടാ. മക്കൾ എനിക്ക് വലുതാ. എന്തുകൊണ്ടാ? എൻ്റെ മക്കളായതുകൊണ്ടാ. മനസ്സിലായോ? അപ്പൊ വലുതാരാ? മക്കളുമല്ല, ഭാര്യയുമല്ല, ആരുമല്ല. വലുതേതാ? കേട്ടോ, ഇത് ദിവസേന മരിക്കണം. ആണ്ടിലൊരിക്കൽ ഗുഡ് ഫ്രൈഡേക്ക് മാത്രം മരിക്കുന്ന അല്ലിത്. ഇതെന്ത് വേണം? ദിവസേന. ഒന്നാമത് നമ്മൾ മരിക്കേണ്ടത് നമ്മുടെ സ്വയത്തിന്. 2ാമത് പിശാച് നമ്മളെ ടെംപ്റ്റ് ചെയ്യും ഓരോ കാര്യങ്ങൾക്ക്. മനസ്സിലായി? അന്നേരം പിശാചിനും നമ്മളെ കിട്ടരുത്, നമ്മുടെ ഡെഡ് ബോഡിയെ കിട്ടാവും. സപ്പോസ് കിങ് കോങ് ഭയങ്കര ഗുസ്തിക്കാരൻ, പണ്ട് 4 പേര് പലരെ എന്ത് ചെയ്തിട്ടുണ്ട്, ആടിച്ചു കൂടി പരുവാക്കി. ഒരു ദിവസം കിങ് കോങ് അങ്ങ് മരിച്ചു. പുള്ളിയുടെ ഡെഡ് ബോഡി വീട്ടിൻ്റെ മുറ്റത്ത് കിടത്തിയിരിക്കുക, കട്ടിലേൽ ഇങ്ങനെ കിടത്തിയിരിക്കുക. അപ്പോൾ ആളുകളെല്ലാം വരിക ബോഡി കാണാൻ. ഇങ്ങനെ വരിയായിട്ട് വന്ന് ഓരോരുത്തർ കണ്ടു. കുറച്ച് നേരത്തേക്ക് ആരും വരുന്നില്ല. അപ്പോൾ ഒരുത്തൻ തന്നെ ഇങ്ങോട്ട് വന്നേച്ച് ഇടവും വലവും എല്ലാം നോക്കി, ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കി വെച്ച് കിങ് കോങ്ങിൻ്റെ ചെവിക്കുറ്റിക്ക് ഒരു ഇടി കൊടുത്തു. നിങ്ങൾ പറ, കിങ് കോങ് എഴുന്നേറ്റ് വരുമോ? തിരിച്ചിടിക്കുമോ? എന്താ കാര്യം? കിങ് കോങ് ചത്തു. പണ്ടായിരുന്നെങ്കിൽ ഈ 7 അയലക്കത്തൂടെ ഒരുത്തനും പോകത്തില്ല. ഇപ്പോൾ ആരും അടുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. കിങ് കോങ് എഴുന്നേക്കുന്നേ ഇല്ല. കാര്യം എന്നാ?
ജഡത്തിന് നമ്മൾ മരിക്കണം, പിശാചിന് നമ്മൾ മരിക്കണം, സ്വയത്തിന് നമ്മൾ മരിക്കണം, ലോകത്തിന് നമ്മൾ മരിക്കണം, കർത്താവിന് നമ്മൾ ജീവിക്കണം. കർത്താവ് നമ്മളെ തിരക്കുമ്പോൾ ഡെഡ് ബോഡി അല്ല കിട്ടേണ്ടത്, ലൈവായിരിക്കണം. പ്രൈസ് ഗോഡ്. എന്നാൽ ലോകം അന്വേഷിച്ചു വരും, ജഡം അന്വേഷിച്ചു വരും. പിന്നെയും കാണാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളില്ലേ, കണ്ണ് ചാകണം. പിന്നെയും കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഫോണെടുത്തു, ഗ്രേസിയെ എന്തുവാ കേട്ടത്? ഏത്? ആ ലില്ലിയുടെ കാര്യം. എന്തുവാ? ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ അറിഞ്ഞില്ലേ? ആഹാ, അറിഞ്ഞില്ല, സത്യം. എന്നാ ഞാനായിട്ട് പറയുന്നില്ല. അല്ലടി, നീ ഇത്രയും പറഞ്ഞു വെച്ചാൽ പറയായിരുന്നു. അങ്ങ് പറ എന്തുവാന്ന്. ഞാൻ ആരോടും പറയത്തില്ല. എന്തുവാ? ചെവി നിങ്ങൾ കൊതിക്കുക കേക്കാൻ. ലില്ലിയുടെയും മേഴ്സിയുടെയും അന്നക്കിട്ടുടെയും എല്ലാം കേൾക്കാൻ ഭയങ്കര കൊതിയ. ചെവി ചാകണം കേട്ടോ. അൺവാണ്ടഡ് ആയിട്ടുള്ള, നമുക്ക് ആത്മീയ ജീവിതത്തിന് ഒരു ഗുണവും ചെയ്യാത്ത, നമ്മുടെ ഹൃദയത്തെ അസ്വസ്ഥമാക്കുവാൻ മാത്രം ഉപകരിക്കുന്ന, അല്ലെങ്കിൽ നമ്മിലെ ജഡസ്വഭാവം, അസൂയ, പിണക്കം, കയ്പ്, ഇങ്ങനെയൊക്കെ ഉള്ളതിനെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന വസ്തുതകൾ കേൾക്കാൻ കാത് കൊതിക്കരുത്, കാണാൻ കണ്ണ് കൊതിക്കരുത്. ചാകണം, ചാകണം, ചാകണം. ലോകത്തിന് ചാകണം, ജഡത്തിന് ചാകണം, പിശാചിന് ചാകണം. മനസ്സിലായോ? ആർക്ക് ജീവിക്കണം? കർത്താവിന് ജീവിക്കണം. ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും. ചത്തുവെങ്കിലോ വളരെ വളരെ വിളവുണ്ടാകും, വളരെ വിളവുണ്ടാകും. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവിനെ ഇന്ന് ലോകം മുഴുവനും, ഇന്ന് ഡേ ടൈം ആണെങ്കിലും നൈറ്റ് ടൈം ആണെങ്കിലും, ലോകം മുഴുവൻ എന്ത് ചെയ്യുന്നു? കർത്താവിനെ ഓർക്കുന്നു, കർത്താവിനെ അനുസ്മരിക്കുന്നു. നമ്മുടെ കർത്താവിനെ പോലെ വിക്ടോറിയസ് ആയ ഒരു ലൈഫ് നയിച്ച ഒരാള് ഈ മണ്ണിൽ കാലുകുത്തിയിട്ടില്ല. എന്തുകൊണ്ട്? He died. He died on our behalf. നമുക്ക് പകരമായി താൻ മരിച്ചു, നമുക്ക് പ്രായശ്ചിത്തമായി താൻ മരിച്ചു. അത് നിസ്സാരമല്ല കേട്ടോ, ആ മരണം നിസ്സാരമല്ല. നമ്മൾ തിയറി പറയാനും പ്രസംഗിക്കാനും ഒക്കെ എളുപ്പമാണ് കേട്ടോ. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ആസ്പെക്റ്റ് ഞാൻ എന്തോ പറഞ്ഞേ? ഇമോഷണൽ ആസ്പെക്റ്റ് നോക്കാം. നമ്മുടെ കർത്താവ്, ഞാൻ ചില പദം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. നമ്മുടെ കർത്താവ് പറഞ്ഞ ചില പദങ്ങൾ നമുക്ക് പുസ്തകത്തിൽ നിന്ന് വായിക്കാം കേട്ടോ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ, എല്ലാവരും കൂടെ ഉണ്ടല്ലോ, ആർക്കും ഉറക്കമൊന്നും വരുന്നില്ലല്ലോ. ഓക്കെ, വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യം. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ആര് പറഞ്ഞു? യേശു. കർത്താവായ യേശു ക്രിസ്തു താൻ തന്നെ ക്ലെയിം ചെയ്യുക, പറയുക. എന്തുവാ? ഞാൻ നല്ല ഇടയൻ. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കും. 15-ാം വാക്യം. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കും. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. 17-ാം വാക്യം. ഒരാട്ടിൻകൂട്ടവും ഒരിടയനുമാകും. എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവെന്നെ സ്നേഹിക്കുന്നു. ബാക്കിയുടെ ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്. വീണ്ടും പ്രാപിപ്പാനും എനിക്ക് അധികാരമുണ്ട്. ആര് പറഞ്ഞു? യേശു. കർത്താവ് യേശു ക്രിസ്തു ദൈവപുത്രൻ പറഞ്ഞു. സത്യമാ, പറഞ്ഞതെല്ലാം നേരാ. ഇതിനപ്പുറം പറയാൻ ഒന്നുമില്ല.
ഒരു ക്ലെയിം ചെയ്യുമ്പോൾ അതിനപ്പുറം ഒരു നല്ല വാചകം പറയാനില്ല. ഞാൻ ക്ഷമ ചോദിക്കുക കർത്താവിനോട്, നിങ്ങളോട്. ഇതിൽ പരം വീരവാദമൊന്നും ആർക്കും പറയാൻ ഒക്കത്തില്ല. ആ യേശു നോക്കാം. ലൂക്കോസ് 22:41 മുതൽ. താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കേണമേ. അയ്യോ, ഇതെന്തൊരു പ്രാർത്ഥനയാ! കുറച്ചു മുമ്പേ അല്ലേ പറഞ്ഞത്, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. എനിക്ക് കൊടുക്കാനും തിരികെ പ്രാപിപ്പാനും എന്തോ ഉണ്ട്? അധികാരമുണ്ട്. അയ്യോ, എന്നിട്ട് എന്തോ ഈ പ്രാർത്ഥന, ഇങ്ങനൊരു പ്രാർത്ഥന? ഇംഗ്ലീഷിൽ ഒരു ഫ്രേസ് ഉണ്ട്, വെൻ ദ റബ്ബർ മീറ്റ്സ് ദ റോഡ്. പ്രായോഗികത്തിൽ കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോൾ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. കർത്താവ് തിയറി പറഞ്ഞു, തിയോളജി പറഞ്ഞു, ഇറ്റേണൽ പ്രിൻസിപ്പിൾ പറഞ്ഞു. പക്ഷെ കാര്യത്തോടടുത്തപ്പോൾ പിതാവിനോട് പറയാ, എന്താ പറയുന്നത്? പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. 44 വാക്യം. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. അപ്പോൾ ആക്ട് ചെയ്തതല്ല കേട്ടോ, ഡ്രാമ അല്ലായിരുന്നു കേട്ടോ, ഇറ്റ് വാസ് റിയൽ. നമുക്ക് ഇമോഷണലായിട്ടുള്ള ഒരു വിഷയം ഉണ്ടാകാൻ നേരത്ത് രോമകൂപങ്ങളിലൂടെ രക്തം വരുമോ? അതുപോലെ ടെൻഷൻ ഉണ്ടെങ്കിൽ വരട്ടെ. എൻ്റെ കർത്താവ് ഡ്രാമ കാണിച്ചതല്ല, അഭിനയിച്ചതല്ല കേട്ടോ, റിയൽ. ഇറ്റ് വാസ് റിയൽ. കർത്താവ് വല്ല നിവർത്തി ഉണ്ടെങ്കിൽ പിതാവ് എന്ത് ചെയ്യണം? ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം. ഞാൻ പറഞ്ഞു, നേരാ, നല്ല ഇടയനാ, ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നവനാ, കൊടുക്കാൻ എനിക്കറിയാം, തിരിച്ചെടുക്കാൻ എനിക്കറിയാം, ഇതൊക്കെ ഞാൻ പറഞ്ഞതാ. പക്ഷെ ഇപ്പം വല്ല നിവർത്തി ഉണ്ട്, പിതാവെ എന്തുകൊടുക്കണം? ഇതൊന്നും മാറ്റി, ഈ നാഴിക തന്നെ മാറ്റി. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇറ്റ്സ് മോർ റിയൽ. നോക്കാം, മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 36-ാം വാക്യം. അബ്ബാ പിതാവേ, നിനക്കെല്ലാം കഴിയും, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കേണമേ. 35 തൊട്ട് വായിച്ചു. പിന്നെ അല്പം മുമ്പോട്ട് ചെന്ന് നിലത്ത് വീണു. കഴിയുമെങ്കിൽ ആ നാഴിക നീങ്ങിപ്പോകേണം. നാഴിക തന്നെ, ആ സമയം തന്നെ അങ്ങ് നീങ്ങിപ്പോകാൻ എന്ന് പറഞ്ഞാൽ ഈ ഭൂമി അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലോ. കർത്താവ് പറഞ്ഞതിൻ്റെ ചുരുക്കം വേറെ വിധത്തിൽ ഞാൻ പറയുക, ആ പർട്ടിക്കുലർ പോയിന്റ് ഉണ്ടല്ലോ, പെട്ടെന്ന് അങ്ങ് ഇറങ്ങണം. അവിടെ വരാതിരുത്ത് അതങ്ങ് സ്കിപ്പ് ചെയ്യണം. ഇപ്പം അതേണ്ട ക്ലോക്കിൽ 11:55 അല്ലേ, 56 അല്ലേ? ഞാൻ പറയാം, കർത്താവേ ഇപ്പം അത് 1:56 ആക്കണേ, അല്ലേ 12:56 ആക്കണേ കർത്താവ്. 1 hour അങ്ങ് ഗും, ഹിന്ദി പറയും ഗുമ്മോകയാ, കാണാതെ പോയി. സംഭവിച്ചിട്ടുണ്ടല്ലോ യോശുവയുടെ കാലത്ത്, സൂര്യ നീ ഗിബിയോനിലും ചന്ദ്ര നീ അയ്യാനോൻ താഴ്വരയിലും നിൽക്കുക എന്ന് പറഞ്ഞു. ഭൂമിയുടെ കറക്കം അങ്ങ് നിന്നു കേട്ടോ. ആ 1 hour ഇപ്പോഴും മിസ്സിങ്ങാ, അല്ലേ? ആ സമയം ഇപ്പോഴും മിസ്സിങ്ങാ എന്ന് പറയുന്ന പോലെ പുത്രൻ പിതാവിനോട്, പിതാവേ കഴിയുമെങ്കിൽ ആ നാഴിക നീങ്ങി. എന്നിട്ട് പറഞ്ഞ ക്ലോസ് നോക്കിയോടെ, ഭയങ്കര ബുദ്ധിമാനാ നമ്മുടെ കർത്താവ്. അതിട്ട് അടുത്തെന്താ പറഞ്ഞത്? മർക്കോസിന്റെ സുവിശേഷത്തിൽ, അബ്ബാ പിതാവേ, നിനക്കെല്ലാം കഴിയും. നിനക്ക് എല്ലാം കഴിയും. കള്ളമാണോ പറഞ്ഞു? കർത്താവ് കള്ളമാണോ പറഞ്ഞു? ഇവിടെ പിതാവിനെ കൊണ്ട് ഒക്കാത്ത കാര്യം എന്തോ? യേശു മരിച്ചിട്ട് വേണം നമ്മൾ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. പിതാവിനെല്ലാം കഴിയും. പോരെല്ലാം കയറി പോരുന്നേ, പോരെ, ഡോണ്ട് വറി, കം ഇൻസൈഡ് എന്ന് പറയാൻ ആർക്ക് കഴിയും?
നമ്മുടെ പിതാവിന് കഴിയും. ആ ക്ലോസെ കയറി പിടിച്ചു കർത്താവ്. യേശു പറയുക, പിതാവേ നിനക്ക് എല്ലാം കഴിയും. ക്രൂശീകരണം കൂടാതെ, ഗത്സമന കൂടാതെ, വിസ്താരം കൂടാതെ, എൻ്റെ മരണം കൂടാതെ, എൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കൂടാതെ, എൻ്റെ സ്വർഗാരോഹണം കൂടാതെ, എൻ്റെ മടങ്ങിവരവ് കൂടാതെ ഈ മനുഷ്യവർഗത്തെ മുഴുവൻ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? രക്ഷിപ്പാൻ കഴിയും. സോ നിനക്കെല്ലാം കഴിയും. പക്ഷെ ഞാൻ തിരക്കി എല്ലായിടത്തും കൺക്ലൂഡ് ചെയ്യുന്നത് തൻ്റെ ആസ്പെക്റ്റ് മാത്രം പറഞ്ഞല്ല, ഒരു പദം കൂടെ ചേർത്ത്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല. പ്രിയ ദൈവമക്കളെ, when the rubber meets the road, നമ്മൾ സുവിശേഷത്തിന് വേണ്ടി എന്ന് പറഞ്ഞ്, നമ്മൾ കർത്താവിന് വേണ്ടി എന്ന് പറഞ്ഞ്, നമ്മൾ ദൈവസഭയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഒക്കെ പല കാര്യങ്ങളും ചെയ്യും. പക്ഷേ ജീവിത യാഥാർത്ഥ്യങ്ങളോട് ഏറ്റുമുട്ടുമ്പോൾ ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട്. നമ്മുടെ വ്യക്തിപരമായ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ഈ തത്വങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമല്ല. ദൈവപുത്രനായ യേശുവായിട്ട് പോലും ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയനാടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു, എനിക്ക് കൊടുക്കാൻ അധികാരമുണ്ട്, തിരികെ പ്രാപിപ്പാൻ അധികാരമുണ്ട് എന്നൊക്കെ വലിയ $1 മില്യൺ ക്ലെയിം ചെയ്ത എൻ്റെ കർത്താവായിട്ട് പോലും എന്തു പറഞ്ഞു? കഴിയുമെങ്കിൽ ഈ പാനപാത്രം, ദാറ്റ്സ് ടു ഹാർഡ്. കാര്യം എന്താ? മരണം എളുപ്പമല്ല. എൻ്റെ കർത്താവ് ഇങ്ങനെ കുഞ്ഞായ ഒരു സമയം വേറെ ഞാൻ കണ്ടിട്ടില്ല. ഏതാ ബലഹീനനാകുന്നത്. അതുകൊണ്ട് ആ ദൂതന്മാർ ഇറങ്ങി വന്ന് എന്തോ ചെയ്തെന്ന അവനെ ശുശ്രൂഷിച്ചെന്നാണ് നമ്മൾ വായിക്കുന്നത്. ഹി ബിക്കേം സോ ടെൻഡർ. എന്തിനു വേണ്ടി വന്നോ അത് തന്നെ ക്യാൻസൽ ചെയ്യാൻ കർത്താവ് പറയുക, പിതാവിനോട് പറയുക. പ്രിയ മക്കളെ, നമ്മുടെ കർത്താവ് അതുവഴിയാണ് പോയത് കേട്ടോ. ആ വഴി തന്നെയാണ് ദൈവം നമുക്കും വെച്ചിരിക്കുന്നത്. ക്രൂശ് എന്ന് പറയുന്നത് ഈസിയല്ല. നമുക്ക് വേണം അല്ലെങ്കിൽ നടപ്പിൽ വരുത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതും അപ്പോൾ തന്നെ നടക്കാതിരിക്കാൻ എന്തെല്ലാം മാർഗമുണ്ടോ അത് നമ്മൾ നോക്കുന്നതുമാണ് ക്രൂശീകരണം, ആ മരണം. ഇമോഷണലായിട്ട് കർത്താവ് അത്രയും വീക്കായി. ഞാൻ ഒരു സങ്കല്പം പറയാം. ഇറ്റ്സ് ജസ്റ്റ് വേദപുസ്തകത്തിൽ തെളിവൊന്നുമില്ല, എന്നാലും ഞാൻ കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നേരത്ത് കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. കർത്താവ് ഇങ്ങനെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്നെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ഇവ കർത്താവ് ഒരു ദർശനം കണ്ടു കേട്ടോ. ദർശനത്തിൽ ഒരു തളിക, ആ തളിയക്കകത്തൊരു തലയിരിക്കുന്നു. എന്നിട്ട് ഈ ധൈര്യപ്പെടുത്താൻ വന്ന ദൂതൻ കർത്താവിൻ്റെ ചെവി പറയാ, ഒരു വെറും മനുഷ്യനായ യോഹന്നാൻ സ്നാപകന് വന്ന കോസിന് വേണ്ടി തല കൊടുക്കാൻ ഒക്കുമായിരുന്നെങ്കിൽ താങ്കൾ ആരാ? ദൈവപുത്രനല്ലേ. Be of good courage, face it. Go and grab the trophy. ഇങ്ങനെ ബലഹീനാകാൻ പാടുണ്ടോ? ദൈവപുത്ര യേശുവേ, ഇതിനു വേണ്ടിയല്ലേ വന്നേ, ചാടി എഴുന്നേക്ക്, നേരിട്. ഇങ്ങനെ അങ്ങ് ബലഹീനാകാൻ പാടും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ സങ്കല്പിക്കുക, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാളും വലിയവനാരുമില്ല. കാര്യം എന്നാ? യേശു ക്രിസ്തുവിന് പോലും എൻകറേജ്മെന്റ് ആയത് ജോൺ ദ ബാപ്റ്റിസ്റ്റ്. കർത്താവിന് മുമ്പേ പോകാൻ വഴി ഒരുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണർവിന് കുറെ യോഗം നടത്തുക മാത്രമല്ല യോഹന്നാൻ ചെയ്തത്. ത്രൂ ഹിസ് ലൈഫ്, ഗിവിങ് അവേ ഹിസ് ലൈഫ്, ഹി പ്രൂവ്ഡ്. തന്നെയല്ല, തനിക്കും സംശയം ഉണ്ടായില്ലയോ? ശിഷ്യന്മാരെ വിട്ടു യോഹന്നാൻ സ്നാപകൻ എന്ത് ചെയ്തു? വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് യോഹന്നാൻ സ്നാപകൻ തൻ്റെ ശിഷ്യന്മാരെ അയച്ച് ചോദിച്ചു കർത്താവിനോട്.
ആരും യേശുവിനെ അറിയാത്ത കാലത്ത്, യേശു ഒരു അത്ഭുതവും ചെയ്യാത്ത കാലത്താണ് യോഹന്നാൻ എന്ത് പറഞ്ഞത്? ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. അത്രയ്ക്ക് കോൺഫിഡൻസ് ആയിരുന്നു, അത്രയ്ക്ക് വിൽ പവർ ആയിരുന്നു യോഹന്നാൻ സ്നാപകന് ടെസ്റ്റിഫൈ ചെയ്യാൻ. എന്നാൽ ഇപ്പോൾ താൻ ജയിലിൽ കിടക്കുക, നഖം നീളുന്നു, മുടി നീളുന്നു, വസ്ത്രം മുഷിയുന്നു, ഇന്നിറങ്ങും നാളെ ഇറങ്ങും. കർത്താവ് ശിഷ്യന്മാരെയും കൊണ്ട് വന്ന് ഒരു അത്ഭുതം ചെയ്ത് ജയിലെല്ലാം കൂടെ തുറന്നു പോയിട്ട് യോഹന്നാൻ പുറത്തു വരുമെന്നൊക്കെ യോഹന്നാൻ വിചാരിച്ചു. ഒന്നും നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു, തടവറയിൽ കിടക്കുക. അന്നേരം യോഹന്നാന് സംശയം, വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണം. ആളെ വിട്ട് ചോദിച്ചതാ. അപ്പൊ കർത്താവ് പറഞ്ഞു, കർത്താവ് ഇങ്ങനെ പറഞ്ഞു, മരിച്ചവർ ഉയർക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാകുന്നു, കുരുടർ കാണുന്നു, ചെറുകൾ. ഇങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവൻ എന്നത് അവിടെ ചെന്ന് പറ. എങ്കിലും എങ്കൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ എന്ന് കർത്താവ് പറഞ്ഞില്ല, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യേ, ഇപ്പോൾ ഒരു അത്ഭുതം നടക്കാൻ പോവുകയാണ്, ഡെലിവറൻസ് ഉടനെ ഉണ്ട് എന്ന് പറഞ്ഞോ? ഇല്ല, അങ്ങനെ പറഞ്ഞില്ല. ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അവനോട് ചെന്ന് പറ. അത് കഴിഞ്ഞേച്ച് വാട്ട് എവർ ഔട്ട്കം ലെറ്റ് ഇറ്റ് ബി സോ. പിന്നെ ഒരു കാര്യം, എങ്കിൽ ഇടറിപ്പോകാതിരുന്നാൽ ഭാഗ്യവാൻ. ആ തലയാ കർത്താവ് കാണുന്നു. ഐ അസ്യൂം. നീ ഇങ്ങനെ വിറയ്ക്കരുതേ. മനുഷ്യനായ, വെറും മനുഷ്യനായ യോഹന്നാൻ സ്നാപകൻ താൻ ഏത് കോസിന് വേണ്ടി നിന്നു അതിനുവേണ്ടി രക്തസാക്ഷിയാകുവാൻ തയ്യാറായെങ്കിൽ, യു ബീയിങ് സൺ ഓഫ് ഗാഡ് ഹു കേം ടു ഡൈ, യു ഫേസ് ഇറ്റ്. ദൂതന്മാർ ശക്തീകരിച്ചു. ഇത് ഇമോഷണലായിട്ടുള്ള ആസ്പെക്ട് ഓഫ് ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്. പിന്നെ ഇനി എന്താ പറഞ്ഞത്? പ്രാക്ടിക്കൽ. എനിക്ക് പറയാൻ നേരമില്ല, എങ്കിലും ഒരു വാക്യം വായിക്കാം. ഫിലിപ്പിയ ലേഖനത്തിലേക്ക്. അവിടെ കർത്താവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള പരാമർശം നമ്മൾ കാണുന്നുണ്ട്. അത് ഔട്ട്കമാണ്, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഔട്ട്കം. എന്താ ഒടുവിൽ സംഭവിക്കുന്നത്? ഒടുവിൽ ബിക്കോസ് ഓഫ് ഓൾ ദീസ്. 2-ാം അധ്യായം 6 മുതൽ വായിച്ചേ, 5 മുതൽ വായിച്ചേ. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഇത് അൾട്ടിമേറ്റ് ആയിട്ട് നടക്കുന്നത്. തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു ഗ്ലിംസ് നമുക്ക് കാണാൻ പറ്റും പ്രാക്ടിക്കലായിട്ട്. വായിച്ച യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 4-ാം വാക്യം. അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്നു ശിഷ്യന്മാരുടെ കാൽ കഴുകുവാൻ അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. മരണത്തോളം, ക്രൂശിലെ മരണത്തോളം എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അത് ഇച്ചിരി നമുക്ക് ആക്സസ് ചെയ്യാൻ പാടില്ല. പ്രാക്ടിക്കലായിട്ട് കർത്താവ് തന്നെത്താൻ താഴ്ത്തിയതായി കാണുന്നത്. സാധാരണ യഹൂദനോടുള്ള ബന്ധത്തിൽ ഒന്നുകിൽ വീട്ടിലെ ഇളയാൾ അല്ലെങ്കിൽ ദാസൻ എന്ത് ചെയ്യേണ്ടത്? ഗസ്റ്റിൻ്റെ കാല് കഴുകേണ്ടത്. ഇവിടെ
ഇവിടെ ഗസ്റ്റ് ഓഫ് ഓണർ അല്ലേ, ചീഫ് ഗസ്റ്റ് എന്തോ ചെയ്യുന്നു? വസ്ത്രം ഊരി വെച്ച് തോർത്തരയിൽ ചുറ്റി ആരുടെ കാല് കഴുകുന്നു? തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുന്നു. എല്ലാവരും കണ്ണി നോക്കൂ, ഇതെന്തുവാ ഇതെന്തുവാ ഇതെന്തുവാ? എന്നാൽ ഇവരെക്കാളെല്ലാം നോക്കിയ ഒരാളെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. ശിഷ്യന്മാരെല്ലാം കണ്ണി നോക്കിയെന്ന് പത്രോസ് പറഞ്ഞു, എൻ്റെ കാല് കഴുകരുത്, എൻ്റെ കാല് കഴുകരുത്. ഭർത്താവ് പറഞ്ഞു, നിനക്ക് പങ്കേ ഇല്ല, ഓരിയും ഇല്ല, നിനക്ക് എന്നോട് ഒരു ബന്ധവും ഇല്ലെന്ന്, ഞാൻ കഴിയില്ല. ഓക്കെ, അങ്ങനെയാന്ന് എൻ്റെ തലയോടെ കഴുകും. ആ പാവത്താൻ എന്തോ വേണേലും പറയും. അങ്ങനെ കർത്താവ് കാല് കഴുകി. എന്നിട്ട് എന്തോ പറഞ്ഞു? 14-ാം വാക്യം. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകി എങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ ചെയ്തെങ്കിൽ നിങ്ങളും എന്ത് ചെയ്യണം? ഇതുപോലെ. ഇത് പ്രാക്ടിക്കൽ. മോനെ ഇഞ്ഞു വന്നിട്ട് നീ വന്നു. എന്തോ പേര്? സെയിനോ? എത്ര വയസ്സുണ്ട്? 12 വയസ്സുണ്ട്. ഓക്കെ, ഞാൻ സ്നാനപ്പെട്ട 12 വയസ്സ്, ആത്മസ്നാനം പ്രാപിച്ചു കേട്ടോ. ഈ മോൻ എൻ്റെ മോന കരുതുക. ഇവൻ വെളിയിൽ പോയി എന്ത് ചെയ്തു? കളിച്ചു വെച്ച് ചള്ളയിലും ചെളിയിലും ഒക്കെ പന്ത് കളിച്ച് വെച്ച് കാല് മുഴുവൻ അഴുക്കും പൊടിയുമായിട്ട് വന്നിരിക്കും. മനസ്സിലായോ? അപ്പം ഞാൻ എന്ത് ചെയ്തു? നീ ഇങ്ങനെ പോയി അഴുക്കും പിടിച്ചോണ്ട് വന്നിരിക്കും, ഇങ്ങോട്ടിരുന്നേ എന്ന് പറഞ്ഞു. പെതുക്കെ ഞാൻ മുട്ടുമടക്കി ഇരുന്ന് എൻ്റെ കാല് മുഴുവൻ തേച്ച് കഴുകി, ചൊവ്വിന് കഴുകി കേട്ടോ. എന്നിട്ട് തോർത്ത് വെച്ച് തുടച്ചു. ഇങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ കാണിക്കുന്ന എന്താ പറയുക? ഐ ആം റെസ്പോൺസിബിൾ ഫോർ ഹിം. അവൻ്റെ അപ്പന, അവൻ്റെ മാതാപിതാവ്, അവൻ്റെ ഗാർഡിയന്. അവൻ്റെ കാല് കഴുകുന്നതും അവൻ വൃത്തിയായിട്ട് നടക്കുന്നതും എന്തുവാ? എൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽപ്പെട്ടതാ. പിന്നെ ഇപ്പം 12 വയസ്സുണ്ട്, 6 വയസ്സൊന്നും കൂട്ടിക്കും. അന്നേരം എനിക്ക് ഇളയത്, എന്നേക്കാൾ പ്രായക്കുറവുള്ള കുഞ്ഞിൻ്റെത് കഴുകുമ്പോൾ എന്നെ സംബന്ധിച്ച് ഐ എം റെസ്പോൺസിബിൾ ഫോർ ഹിം. മനസ്സിലായി? ഞാൻ ഇവന് വേണ്ടി ഉത്തരവാദിയാണ്. പോയിരുന്ന മോനെ എന്നാ അതേണ്ട അപ്പച്ചൻ, ഇതിനെത്ര വയസ്സുണ്ട്? 75 വയസ്സുള്ള അപ്പച്ചൻ്റെ കാല് ഞാൻ കഴുകുക. മുട്ടുമടക്കിയിരുന്ന് കാല് കഴുകുക. ഇച്ചിരി മടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കഴുകുന്നെന്ന് കരുതുക, വിശ്വസിക്കുക, സംഭവിക്കുക. അന്നേരം ഞാൻ തെളിയിക്കുന്നു എന്തോ അറിയാമോ? ഐ ആം ടേക്കിംഗ് കെയർ ഓഫ്. കാര്യം എന്നെ പ്രായമുള്ള ആളാ. ആര് കണ്ടാലും എന്നെ ഒന്ന് ബഹുമാനിക്കും. കാര്യം എന്നാ? പ്രായമുള്ള ആള്. അദ്ദേഹത്തിന് ഞാൻ ഉത്തരവാദിയാകുന്നു. കണ്ടോ? അദ്ദേഹത്തിന് കാല് ഇച്ചിരി ഇങ്ങനെ കൂടെ തെറ്റിദ്ധരിക്കും, ഡിമെൻഷ്യയോട് ഉണ്ടെന്ന് വിചാരിക്കും. കഴുകിയ ആൾ ആരാന്ന് പോലും പുള്ളിക്ക് ഓർമ്മയില്ല. ഒരു താങ്ക് യു എന്നൊരു വാക്ക് പോലും പറയത്തില്ല. സ്റ്റിൽ ഐ ആം ടേക്കിംഗ് കെയർ ഓഫ് ഹിം. വൈ? എന്നേക്കാൾ പ്രായമുണ്ട്. എനിക്കതൊരു ഓണറാണ്. ഏതാ? എന്നേക്കാൾ പ്രായമുള്ള ഒരാളെ ടേക്ക് കെയർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ബഹുമാനം. എന്നാ കണ്ടോ, അടുത്ത ആള് എൻ്റെ സമപ്രായക്കാരനാണ്. ഇച്ചിരി കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്, എന്നാലും ഈ കുറവല്ലേ? കഷണ്ടി കൊണ്ടും മുടി നരച്ച. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ കാല് കഴുകാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാര്യം ആരാ? സമന. എനിക്ക് ഇളയവരുടെ കാലും എനിക്ക് കഴുകാം, മൂത്തവരുടെ കാലം കഴുകാം. ഇളയവരെ കഴുകുമ്പോൾ ഐ എം റെസ്പോൺസിബിൾ ഫോർ ഹിം എന്നാ ഞാൻ വെളിപ്പെടുത്തുന്നത്. മൂത്തവരെ കഴിയുമ്പോൾ ഐ ടേക്ക് കെയർ ഓഫ് ഹിം എന്നാ കാണിക്കുന്നത്. എന്നാൽ തുല്യരെ, സമന്മാരെ കഴുകുകയാണ് ലോകത്തിലേക്കും പാടുള്ള കാര്യം. അതിൽ കൂടെ ഞാൻ പ്രൂവ് ചെയ്യുന്നത് ഐ ആം ഹംബിൾ ഇനഫ് ടു സെർവ് യു. താങ്കളെ ശുശ്രൂഷിക്കുവാൻ എനിക്ക് അതിന് തക്കോണം താഴ്മയുണ്ട്.
അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും എന്ത് ചെയ്യണം. മനസ്സിലായ? ഇതിനിച്ചിരി ചത്താലേ ഒക്കത്തുള്ളൂ കേട്ടോ. പ്രാക്ടിക്കൽ ആസ്പെക്റ്റ്. വേദാന്തം പറയുന്നതിന്, തിയറി പറയുന്നതിന്, തിയോളജി പറയുന്നതിന്, പ്രിൻസിപ്പിൾസ് പറയുന്നതിന് പാടുന്നുമില്ല കേട്ടോ. നമ്മൾ ആ അനുഭവത്തിലൂടെ പോകുമ്പോൾ ഇമോഷണൽ ആസ്പെക്റ്റ് ഉണ്ട്, ഡെഫിനറ്റ്ലി. ദാറ്റ്സ് ദെയർ. കർത്താവ് അത് അനുഭവിച്ചു. എന്നാൽ ഇൻ പ്രാക്ടീസ്, പ്രാക്ടിക്കലാക്കാൻ ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട്. എസ്പെഷ്യലി നമുക്ക് സമന്മാരോടുള്ള ബന്ധം. ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട്. വാക്യം മറക്കല്ലേ. നമ്മൾ തുടങ്ങി വെച്ച വാക്യം ഏതാ? ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ തനിയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ. ക്രൂശിൽ മരിച്ചു, സത്യം, ലോകം രക്ഷപ്പെടുന്നു, അതുകൊണ്ട് കാര്യം ശരിയാ. പക്ഷേ അതിനു മുൻപേ എൻ്റെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ വെളിപ്പെടുത്തി ഹൗ ഇറ്റ് ഷുഡ് ബി പ്രാക്ടീസ്ഡ്. എങ്ങനെയാണ് അത് നടപ്പിൽ വരുത്തേണ്ടത്, എങ്ങനെയാണ് അത് യാഥാർത്ഥ്യമാക്കേണ്ടത്. പ്രായോഗിക തലത്തിൽ നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ വേ ഓഫ് തിങ്കിങ് എങ്ങനെ ആയിരിക്കണമെന്ന് കർത്താവ് ഈ മാതൃകയിലൂടെ കാണിച്ചു. എനിക്കങ്ങ് ദൂത് പ്രകാശിക്കുന്ന ഭാഷ സമയമുണ്ടോ? ഇത് കണ്ടുകൊണ്ടിരുന്ന വേറൊരാളുണ്ട് ഈ കാല് കഴുകുന്നു. ആരെങ്കിലും പറയാമോ? ശിഷ്യന്മാരല്ലാത്ത ഒരാൾ കണ്ടുകൊണ്ടിരുന്നു, ആരാന്ന് പറയാമോ? ഇവിടെ തിയോളജിയൻസ് ഇരിപ്പുണ്ടല്ലോ, പറഞ്ഞാട്ടെ. ഇതാരുടെ വീട്ടിൽ വെച്ചാ നടന്നത്? ഈ തിരുവത്താഴവും കാലുകഴുകലും ഒക്കെ എവിടെ വെച്ചാ നടന്നത്? പ്രോബബ്ലി മാർക്കോസിന്റെ വീട്ടിൽ, അല്ലയോ? അതല്ലായിരുന്നു മാളിക മുറി, അതല്ലായിരുന്നു അന്നത്തെ ഗ്യാതറിംഗ് പ്ലേസ്. വീട്ടിലെ ഇളയവനാ, പ്രായം കുറഞ്ഞവനാ, അവന് വേണമെങ്കിൽ അവനായിരുന്നിരിക്കണമായിരുന്നു എന്ത് ചെയ്യാൻ, കാല് കഴുകേണ്ടത്. പക്ഷേ കർത്താവിനോട് പറഞ്ഞു, നീ ആ തോർത്തിഞ്ഞുകൊണ്ട് കൊണ്ടുവന്നത്. അവൻ ആ അലമാരിയിൽ ചെന്ന് ആ നല്ല തോർത്ത് എടുത്തുകൊണ്ട് കൊടുത്തു. ഇവൻ ഒരിക്കലും വിചാരിച്ചില്ല കർത്താവ് ഇത് അരയെ ചുറ്റി കാല് കഴുകാനും തുടയ്ക്കാനും പോവാണ്. ആ പേർഷ്യന്ന് കൊണ്ടുവന്ന ഒന്നാം തരം നല്ല ടവല് നോക്കിയപ്പോൾ കൊണ്ട് കർത്താവ് അതിന് കരയെ ചുറ്റിയേച്ച് കഴുകുകയും ചെയ്യുന്നു. ഈ തോർത്ത് വെച്ച് എന്തോ ചെയ്യുന്നു, തുടയ്ക്കുകയും ചെയ്യും. ഇത് കണ്ട മർക്കോസ്, ജോൺ മാർക്ക് ഉള്ളിലൊരു ഡിസിഷൻ എടുത്തു, എനിക്ക് കർത്താവിനെ അനുകരിക്കണം. മനസ്സിലായി? എനിക്കൊരായുസ്സുണ്ടെങ്കിൽ, അവശേഷിക്കുന്നുവെങ്കിൽ എനിക്ക് ഈ കർത്താവിനെയാണ് എനിക്ക് ഫോളോ ചെയ്യേണ്ടത്. എൻ്റെ റിലേറ്റീവാണ്, സീനിയറാണ് ബർന്നബാസിനേക്കാൾ എനിക്ക് യേശുവിനെ വേണം അനുകരിക്കാൻ. പൗലോസ് വലിയ തിയോളജിയനും പ്രോമിനൻറ്റും ഓക്കെയാ, പക്ഷെ എനിക്ക് പൗലോസിനേക്കാൾ എനിക്ക് ആരെയാണ് അഡാപ്റ്റ് ചെയ്യേണ്ടത്? കർത്താവിനെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 6-ാം വാക്യം. അവർ ദ്വീപിൽ കൂടി 13-ന്റെ-6 മക്കളെ അറിയിച്ചു. അടുത്തത്. അവർ ദ്വീപിൽ കൂടി പാഫോസ് വരെ ചെന്നപ്പോൾ അല്ല, തൊട്ട് മുമ്പേ വായിക്ക്. പരിശുദ്ധാത്മാവ് 5-ന്റെ ഫിനിഷ് ചെയ്ത് അറിയിച്ചു എന്നുള്ള, അത് കഴിഞ്ഞിട്ടുള്ള സെന്റൻസ് കണ്ടോ? യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ടുണ്ടായിരുന്നു. ആരാ ഈ യോഹന്നാൻ? ജോൺ മാർക്ക്. യോഹന്നാൻ അവർക്ക് ആരായിട്ടുണ്ടായിരുന്നു? ഡ്രൈവറായിട്ടെന്നല്ല, ക്യാപ്റ്റനായിട്ടെന്നല്ല, ലീഡറായിട്ടെന്നല്ല, ആരായിട്ടുണ്ടായിരുന്നു? ഭൃത്യനായിട്ട്. പൗലോസിന്റെ ബർന്നബാസിന്റെ പെട്ടി പിടിക്കുന്ന, കുളിക്കാൻ വെള്ളം അനത്തി കൊടുക്കുന്ന, കുഴമ്പിട്ട് കാല് തിരുമുന്ന, ആ ചായയും കാപ്പിയും ഇട്ട് കൊടുക്കുന്ന ഭൃത്യനായിരുന്നു. ആര്? മർക്കോസ്. മനസ്സിലായി? പക്ഷെ ആരാ മർക്കോസ്? യെരുശലേമിലെ ഏറ്റവും വലിയ
വിശ്വാസികളുടെ വീടുകളിൽ വെച്ച് ഏറ്റവും വലിയ വീടിൻ്റെ ഉടമസ്ഥൻ. പക്ഷെ ചെയ്യുന്ന പണി എന്തുവാ? വിളവനത്തുക, വിറക് കീറുക, വെള്ളം കോരുക, കുഴമ്പ് തേക്കുക, കഞ്ഞി വെക്കുക. പ്രാക്ടിക്കൽ ആസ്പെക്ട്. പൗലോസ് ഈ പുള്ളിയോട് പിണങ്ങി, ഇടയ്ക്ക് വെച്ച് പോയെന്നും പറഞ്ഞു മിഷണറി യാത്രയിൽ. എന്നാൽ തൻ്റെ അന്ത്യത്തിൽ ഏറ്റവും ഒടുവിൽ പൗലോസിന് പറയാനുള്ള വാക്കുകളുടെ കൂട്ടത്തിൽ ഒരു കാര്യം പൗലോസ് പറയുന്നുണ്ട്. 2 തിമോത്തിയോസ് 4-ാം അധ്യായം 11-ാം വാക്യം. മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി പ്രയോജനമുള്ളവനാകിയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട പ്രസംഗിക്കാൻ കൊള്ളുന്ന ശുശ്രൂഷയുടെ കാര്യമല്ല അവിടെ എഴുതിയിരിക്കുന്നത്. നല്ല അഡ്മിനിസ്ട്രേറ്റർ അല്ല, നല്ല വർഷിപ്പ് ലീഡറാ, ആ ശുശ്രൂഷയ്ക്ക് കൊള്ളാവുന്നവൻ എന്നുള്ള ആ സെൻസിലല്ല അത് എഴുതിയിരിക്കുന്നത്. എങ്ങനെ എഴുതിയിരിക്കുന്നത്? മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളവനാകിയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. സോ മർക്കോസ് എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് അഡാപ്റ്റ് ചെയ്യുവാൻ ഇടവന്ന, അല്ലെങ്കിൽ ഫോളോ ചെയ്യുവാൻ ഇടവന്ന അതെന്തായിരുന്നു? അവൻ്റെ വീട്ടിൽ വെച്ച് യേശു ചെയ്ത സേവനം, ശുശ്രൂഷ, ശിഷ്യന്മാരുടെ കാല് കഴുകുക. പ്രൈസ് ഗോഡ്. ഈ സഭയിൽ പാസ്റ്റർ അലക്സി ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സദ്ഗുണങ്ങൾ കണ്ടിട്ടാണ്. ഇനിയും പാസ്റ്റർ അലക്സിയിൽ എന്തിനെ വലുതായി കണ്ടു, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൽ ഏത് ഘടകം വലുതായി കണ്ടു, അത് തന്നെ എന്ത് ചെയ്യും? നെക്സ്റ്റ് ഇൻ റോ, നെക്സ്റ്റ് ഇൻ ലൈൻ അവരത് തന്നെ ഫോളോ ചെയ്യും. മനസ്സിലായി? നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ ഏത് ആസ്പെക്റ്റാണ് പ്രായോഗികത്തിൽ കൊണ്ടുവരുന്നത്? അപ്പോൾ ഡെത്ത് ഓൺ ദ ക്രോസ് എന്ന് പറയുന്നത് വേദശാസ്ത്രപരമായ ആശയമുണ്ട്, ഇമോഷണലായിട്ടുള്ള ആശയം അതിനകത്തുണ്ട്, പ്രാക്ടിക്കലായിട്ടുള്ള ആശയം അതിനകത്തുണ്ട്. ഇതിലേതാണ് നമുക്കിതുവരെ അന്യമായിരിക്കുന്നത്? ഇന്ന് ആ അനുഭവത്തിനായിട്ട് കർത്താവിനെ നമുക്ക് ഓർക്കാം. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയിരിക്കും, ചത്തുവെങ്കിലോ വളരുകയുണ്ട്. തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം കർത്താവ് ആരായിത്തീർന്നു? അനുസരണമുള്ളവനായി. അനുസരണം. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി, സകല നാമത്തിനും മേലായ നാമം. സക്സസ് ഇരിക്കുന്നത്, ഫ്രൂട്ട്ഫുൾനെസ് ഇരിക്കുന്നത്, പ്രൊഡക്ടിവിറ്റി ഇരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? when you are ready to die. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് പ്ലീസ്.